ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 56 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 57-ാമത്തെ ശ്ലോകം നോക്കാം. ചേതസാ സർവകർമാണി മയി സന്യസ്യ മൽപരാ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്തഃ സതതം ഭവാ. ചേതസാ മനസ്സുകൊണ്ട്, സർവകർമാണി എല്ലാ കർമ്മങ്ങളും, മയി എന്നിൽ, സന്യസ്യ അർപ്പിച്ച്, മൽപരഃ എന്നെ തന്നെ പരമമായ പ്രാപ്യസ്ഥാനമായി കരുതി, ബുദ്ധിയോഗം ഉപാശ്രിത്യ ബുദ്ധിയെ ആശ്രയിച്ച് നിശ്ചയബുദ്ധിയോടെ, സതതം എല്ലായ്പ്പോഴും, മച്ചിത്ത ഭവ എന്നിൽ തന്നെ മനസ്സുറച്ചവനായി തീരുക. മനസ്സുകൊണ്ട് എല്ലാ കർമ്മങ്ങളും എന്നിലർപ്പിച്ച് എന്നെ തന്നെ പ്രാപ്യസ്ഥാനമായി കരുതി നിശ്ചയബുദ്ധിയോടെ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ മനസ്സുറച്ചവനായി തീരുക. ഇതാണ് ഭഗവാൻ പറയുന്നത്. ശരീരം കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് ആ കർമ്മമെല്ലാം ത്യജിക്കുക. അതായത് ഭഗവാൻ അർപ്പിക്കുക. ഭഗവാന്റെ കയ്യിൽ ഉപകരണം മാത്രമാണ് എന്ന ഭാവത്തിൽ എത്തുക. മനസ്സ് ഈശ്വരനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുക. അതാണ് തൻ്റെ പ്രാപ്യസ്ഥാനം എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഗുണദോഷങ്ങളോ കർമ്മഫലത്തെക്കുറിച്ചുള്ള ആകാംക്ഷയോ അലട്ടുകയില്ല. കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഭഗവാൻ, ചെയ്യുന്നതും ഭഗവാൻ, ഫലമേൽക്കുന്നതും ഭഗവാൻ. ഞാൻ വെറും ഉപകരണം മാത്രം. ഈ ഭാവത്തിലേക്ക് എത്തണം. നിയതകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, അവനവനിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഈ ഭാവമാണ് നമ്മിലുണ്ടാകേണ്ടത് എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.